Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. സിപിഎം നേതാവിന്റെ ഗുണ്ടായിസം, സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതിഷേധവുമായി വീട്ടുകാർ. വീട് നിർമ്മാണം തടയുകയും തറ മാറ്റിപ്പൊളിക്കുകയും നിരന്തരമായി ഉപദ്രവിക്കുകയും ചെയ്യുന്ന സിപിഎം നേതാവിൽ നിന്നും രക്ഷ തേടി യുവാവും കുടുംബാംഗങ്ങളും പ്രതിഷേധവുമായി മലപ്പുറം സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. വീട് നിർമ്മാണം നിരന്തരം തടസ്സപ്പെടുത്തുകയും തറ പൊളിച്ചുകളയുകയും ചെയ്യുന്നതിൽ സഹികെട്ടാണ് മുന്നിയൂർ കൊടിഞ്ഞിയിലെ റിയാസ് പൂവാട്ടിലും ഭാര്യയും 3 കുഞ്ഞുങ്ങളും സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 2.5 വർഷം മുമ്പ് ആരംഭിച്ച വീട് നിർമ്മാണം ബ്രാഞ്ച് സെക്രട്ടറി സുബൈർ പട്ടേരിക്കിനും സിപിഎം പ്രവർത്തകരും ചേർന്ന് നിരന്തരം തടയുകയായിരുന്നുവെന്നാണ് സിപിഎം പ്രവർത്തകനായിരുന്ന യുവാവ് ആരോപിക്കുന്നത്. സ്ഥലത്ത് തൈകൾ വെച്ചുപിടിക്കുന്നത് മണ്ണെണ്ണയൊഴിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2.5 വർഷം മുമ്പാണ് റിയാസ് വീട് നിർമ്മാണം തുടങ്ങുന്നത്. നിരന്തരം തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും തൊഴിലാളികളെയും സാമഗ്രികളുമായി വരുന്ന വാഹനങ്ങളെയും വഴി തടയുകയും ചെയ്തതോടെ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. ഒരു തവണ തറ കീറിയിരുന്നെങ്കിലും ഇത് രാത്രിയുടെ മറവിൽ മൂടിക്കളയുന്ന സ്ഥിതിയുണ്ടായി. തൊഴിലാളികളെ നിരന്തരം തടഞ്ഞതോടെ പ്രായമായ മാതാവും റിയാസും ചേർന്ന് തറ കെട്ടുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനിടെ സുബൈർ ഭീഷണിപ്പെടുത്തുകയും തറ പൊളിച്ചുകളയുമെന്ന് പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ തറ തകർന്ന നിലയിലായിരുന്നുവെന്നാണ് റിയാസ് പറയുന്നത്. വിഷയം സിപിഎം നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ ഇന്നലെ ഓഫീസിൽ സമരം തുടങ്ങുകയും മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തതോടെ നേതാക്കൾ വിഷയത്തിലിടപെട്ട് യുവാവിനെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. റിയാസിന്റെ പരാതിയിൽ താനൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം സുബൈർ, സിപിഎം പ്രവർത്തകരായ പള്ളിയാളി സൽമാൻ ഫാരിസ്, കൊടിഞ്ഞി, കോറ്റത്തങ്ങാടി, പാട്ടശ്ശേരി അബ്ദുറഹിമാൻ എന്നിവർക്കെതിരെ തിരൂരങ്ങാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിഷയം മന്ത്രി വി അബ്ദുറഹിമാനും പ്രാദേശിക നേതൃത്വത്തെയും അറിയിച്ചിരുന്നെങ്കിലും ഇടപെടാൻ തയ്യാറായില്ല. 600 ചതുരശ്രയടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നത് തടയാനാണ് സിപിഎം നേതാക്കൾ ഗുണ്ടായിസം നടത്തുന്നത്. സിപിഎം പ്രവർത്തകരായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിവിടെ ഈ സിപിഎമ്മിന്റെ ഓഫീസ്, ജില്ലാ ഓഫീസിലുള്ള ആളുകൾ അറിയണം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഭരണപക്ഷം സിപിഎമ്മിന്റെ ഭാഗത്താണ്. ചീഫ് മിനിസ്റ്റർ പറയുന്നു 5 സെന്റ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വീട് വെക്കാമെന്ന് മിനിസ്റ്റർ പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ വീട് പണിയിലേക്ക് കടന്നത്. മിനിസ്റ്റർ പറയുന്നുണ്ട്, മന്ത്രിസഭയിൽ പറയുന്നുണ്ട് 5 സെന്റ് ഭൂമിയിൽ വീട് വെക്കാം, പ്രയാസപ്പെടുത്തരുതെന്ന് അധികാരികളോട് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ അത് മറികടന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ പോലീസിനെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് അവനത് തടയുന്നത്. ഇത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പാലാപാർക്ക് യൂണിറ്റിലെ പട്ടേരിക്കുന്നത്ത് സുബൈർ. അവനക്കെതിരെ നിയമ നടപടി എടുത്ത് പോവുക എന്നുള്ളതാണ്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പാർട്ടിയോടുള്ള വിരോധമല്ല, ഇയാളോട് മാത്രമല്ല. അല്ല, അയാൾ എന്നോടിപ്പോൾ 2 വർഷമായിട്ട് നിരന്തരമായിട്ട് വിദ്വേഷം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി അംഗങ്ങളോട് ചർച്ച ചെയ്തിട്ട് ആ പ്രദേശത്തെ പാർട്ടി മെമ്പറാണല്ലോ ഈ പ്രയാസം ഉണ്ടാക്കിയത്. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് വേണ്ട നടപടി എടുത്ത് അവനക്കെതിരെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വീട് പണിയിലേക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പാർട്ടി അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കണം. ഞങ്ങളെന്താ പറയുക, എൻ്റെ ഒരു മാത്രമല്ല, ഒരു നാടിൻ്റെ പ്രശ്നമായിട്ടാണ് ഒരാളെ തറ പൊളിക്കുമ്പോൾ ആ നാട്ടിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. ഇത് ആരാണോ പൊളിച്ചതെന്നുള്ള വെച്ച് അവനാണ് എന്നോട് പൊളിക്കുമെന്നുള്ള പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടി ഓഫീസിലേക്ക് വന്നത്. ഇവിടുന്ന് ആരെങ്കിലും നിങ്ങളെ വീട് പൊളിച്ച ആളുകളുമായിട്ട് സ്പോണ്ട് സംസാരിക്കാൻ പറ്റും ചെയ്തോ നിങ്ങളുടെ മുമ്പിൽ? അതെനിക്കറിയില്ല. ഞാൻ ഇന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് പാർട്ടി ഓഫീസിലേക്ക്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്? ഇല്ല. ഈ വിഷയത്തെക്കുറിച്ച് ആരും സംസാരിച്ചില്ല. അവരുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് വെച്ച ആശങ്ക പരിഹരിക്കാമെന്ന് പാർട്ടി നേതൃത്വം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേണ്ട നടപടി എടുത്ത് അവനക്കെതിരെ അത് മുന്നോട്ട് പോകുമെന്നുള്ള പറഞ്ഞു. അവൻ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ തിരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോട് വിളിച്ചിരുത്തി സംസാരിച്ചിരുന്നു. അവരുടെ പരാതി പരിശോധിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന നിയമപരമായ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കേസാണെന്നാണ്. RDOൻ്റെയൊക്കെ മുന്നിൽ ചെന്ന ഭൂമിക്ക് തരംമാറ്റലിൻ്റെയൊക്കെ പ്രശ്നമാണ് യഥാർത്ഥത്തിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അയാൾ വളരെ വൈകാരികമായിട്ടാണ് നിൽക്കുന്നത്. ഏതോ ഒരു വ്യക്തിയായിട്ടാണ് കൂടുതൽ തർക്കം കാണുന്നത്. നിർഭാഗ്യകരമായൊരു സംഭവമാണ് രാവിലെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ യാദൃച്ഛികമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതൊരു പ്രദേശത്തെ ഒരു ചെറിയ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കിയാൽ എവിടെയും ഏത് സ്ഥലത്തും ഉണ്ടാവാം. അതിനെ വളരെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ആരോ ചെറിയ പ്ലാനിങ് അതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. Thank you.